മുരുകൻ സാർ, ഇപ്പൊ കവിതയുടെ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഈ പുതിയ തലമുറ, നമ്മുടെ കുട്ടികളോട് എന്താണ് മുരുകൻ സാറിന് പറയാനുള്ളത്? കുട്ടികളോട് അങ്ങനെ കവിതയുടെ പ്രാധാന്യം നഷ്ടപ്പെടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് കയറിയിറങ്ങി വരും. ഈ കയറ്റിറക്കങ്ങളോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ മേഖലയും അങ്ങനെയാണ്. കവിതയുടെയോ ഭാഷയുടെ മാത്രം മേഖലയിലല്ല മാറ്റങ്ങൾ. എല്ലായിടത്തും ഏറ്റക്കുറച്ചിലുള്ള ഒരു മാറ്റമുണ്ട്. അത് ഇതിൽ വരുന്നു. പക്ഷെ ഇപ്പൊ നോക്കൂ, നമ്മൾ പണ്ട് നമ്മുടെ കുട്ടികള് ഇത്ര ഭംഗിയായി മലയാളത്തിലെ പാട്ടുകൾ പാടുമായിരുന്നു. പഴയ പാട്ടുകൾ എല്ലാം പുതിയ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് ഈ ഇപ്പം അമൃത ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് അതിൽ വലിയൊരു പങ്കുണ്ട്, വലിയ റോളുണ്ട്. കാരണം ഈ റിയാലിറ്റി ഷോകളിലൂടെ പാട്ട് റിയാലിറ്റി ഷോകൾ വന്നപ്പോൾ കുട്ടികൾ നിർബന്ധമായും പഴയതിലേക്ക് അന്വേഷണം നടത്തേണ്ട ഒരു ആവശ്യകത വന്നു. അത് കമ്പോളത്തിൻ്റെയും കൂടെ ആവശ്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. അവരെ എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴമയിലുള്ള നന്മകളിലേക്ക് തിരിച്ചു പോകണമെന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു മാധ്യമങ്ങൾ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇപ്പം എന്തുമാത്രമാണ് പഴയ പാട്ടുകൾ, അല്ലെങ്കിൽ വയലാറിൻ്റെ ഒക്കെ പാട്ടുകൾ എത്ര മനോഹരമാണ് നമ്മൾ പുതിയ മക്കൾ പാടുക. അതേ അവസ്ഥ തന്നെയാണ് കവിതയും. ഈ കുട്ടികൾക്ക് കവിതയോടൊക്കെ നല്ല താല്പര്യമുണ്ട്. പക്ഷേ നമ്മുടെ ആളുകൾ, നമ്മുടെ രക്ഷകർത്താക്കൾ അവരെ ഈ കെമിസ്ട്രിയും ഫിസിക്സും പഠിപ്പിച്ച് അവരെ കമ്പോളത്തിൽ ഉൽപ്പന്നങ്ങളാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അവരെ ഇതൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ അനുവദിക്കുന്നില്ല. അതാണ്. അനുവദിച്ചു കഴിഞ്ഞാൽ അവർ അതിൽ അടിച്ച് പൊളിക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം അമൃത ചെയ്തിരിക്കുന്ന ഏറ്റവും ഗംഭീരമായ ഒരു കാര്യം, ഈ തരം ഈ വിനോദ വിജ്ഞാന മേഖലയിൽ കവിതയ്ക്ക് ഒരു പങ്കുണ്ട് എന്ന് കാണിക്കാൻ വലിയൊരു നല്ല ശ്രമമാണ്. ഞാനതുകൊണ്ട് അമൃത ടിവിക്ക് ഒരു വലിയ കയ്യടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു സത്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നോക്കിക്കോളൂ, അന്വേഷണങ്ങൾ വരും. ഇപ്പോഴത്തെ കവികളെ കുറിച്ച് മാത്രമല്ല, പഴയ കവികളിലെ നല്ല കവിതകളെ തിരഞ്ഞു പോകും മക്കൾ. അതൊക്കെ നമ്മുടെ ഭാഷയ്ക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് അങ്ങനെ തന്നെ ആകട്ടെ, നന്നായി അവർ ആലപിക്കട്ടെ, ഉത്സവങ്ങളാക്കി മാറ്റട്ടെ നമ്മുടെ ഭാഷയെ. ഇപ്പൊ കെമിസ്ട്രി ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാം, എക്കണോമിക്സ് അധ്യാപകനായ മുരുകൻ സാറിനെ കുറിച്ചൊന്ന് പറയോ? അല്ല, ഞാൻ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാൻ ടീച്ചറായിരുന്നു. ഇതുപോലെ എക്കണോമിക്സ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്ന വിഷയമാണ് ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതും. പിന്നെ രണ്ട് സംഘർഷം ശരത്ജി, സത്യത്തിൽ എന്നെ ഈ കവിയായി ഞാൻ വരുന്നതിന് ഇടയാക്കുന്നത് രണ്ട് പ്രധാന ഡീ സ്കൂളിങ്ങുകളാണ്, അല്ലെങ്കിൽ രണ്ട് പ്രധാന ഇല്ലായ്മകളാണ്, സംഭവിക്കായ്മകളാണ്. എന്താണെന്നറിയോ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം മലയാള ഭാഷ പഠിക്കണമെന്നായിരുന്നു. പഠിക്കുന്ന കാലത്ത് പല സാഹചര്യങ്ങൾ കാരണം എനിക്കത് പഠിക്കാൻ കഴിയാതെ പോയി. ഈ മലയാള ഭാഷ പഠിക്കാൻ കഴിയാതെ പോയതിന്റെ ചുരുക്ക് തീർക്കുന്നതാണ് ഞാൻ മലയാളത്തിലെ കവിത എഴുതുന്നത്. സത്യത്തില് അതേസമയം ഞാൻ മലയാളം പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് പേടി വരും. എന്നോടൊപ്പം മലയാളത്തിൽ കവിത എഴുതിയെന്ന, ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കവിത എഴുതിയെന്ന എൻ്റെ കൂട്ടുകാരുണ്ട്. അവർ മലയാള ഭാഷ എടുത്ത് പഠിച്ചു പോയി. അവർ പിന്നെ കവിത എഴുതിയതല്ലോ പേടിച്ചു പോയി. അവരെഴുതുന്നത് ശരിയാണോ തെറ്റാണോ അത് പേടി വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, എനിക്ക് തോന്നിയതുപോലെ ചെയ്യാം. അതുപോലെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സംഗീതം പഠിക്കണമെന്ന്. നടന്നില്ല. അതിൻ്റെ ചുരുക്ക് തീർക്കുന്നതാണ് ഞാൻ ഉറക്കെ ചൊല്ലുന്നത്. അപ്പം നമ്മളെ മക്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാം ലഭിക്കുക എന്നതിനപ്പുറം ഒരു ചലഞ്ച് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അവിടേക്ക് എത്തുന്നത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചു എന്നത് വലിയ സന്തോഷകരമായ ഒരു കാര്യമായി ഞാൻ കാണുന്നു. അത്രയേ ഉള്ളൂ.